ചോട്ടു, ഇനി ഒരു ബോളും കൂടിയേ ഉള്ളൂ. അതും കൂടിയേ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞ് എന്റെ ക്രിസ്മസ് ട്രീ കംപ്ലീറ്റ് ആകും. ചോട്ടു, നീ അക്കാഡമി കണ്ടോ? കാണാൻ ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. എന്റെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇതിലും കൂടുതൽ അടിപൊളിയായിട്ട് ഒന്നും കിട്ടാനില്ല. നിനക്കത് ഇത്രയ്ക്ക് ഇഷ്ടമായെങ്കിൽ പിന്നെ വാ, നമുക്ക് പോയി നോക്കിയേക്കാം. വാ, പോവാ നീ. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഇന്ന് ക്രിസ്മസ് ആണ്. ഈ വർഷത്തെ ക്രിസ്മസ് ഒരുപാട് ഇൻട്രസ്റ്റിംഗും ഫൺഫുള്ളും ആക്കാൻ നമ്മളുടെ ഓരോ സ്റ്റുഡൻസിന്റെ ഹൗസും അവരുടേതായ ഓരോ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കണം. മാഡം, ഒരാൾ നിങ്ങളെ കാണാൻ വന്നിരിക്കുക. ഹലോ മാഡം കാനുങ്കോ. എനിക്ക് നിങ്ങളുടെ അക്കാഡമി ഒരുപാട് ഇഷ്ടമായി. ഞാൻ എന്റെ ക്രിസ്മസ് ട്രീ ഡെക്കറേഷന് വേണ്ടി ഈ അക്കാഡമി എടുത്തോണ്ട് പോയാലെന്ന് ആലോചിക്കുക. ഇതില് നിങ്ങൾക്ക് വിരോധമൊന്നുമില്ലല്ലോ? എന്ത് തമാശയാ ഇതൊക്കെ? ആരാ നീ? മാഡം, ഇത് മജിഷ്യൻ മെന്യൂറോ ആണ്. ഇവർ കണ്ണിൽ കാണുന്ന സാധനങ്ങളൊക്കെ മിനിയേച്ചർ സൈസിൽ മാറ്റിട്ട് അവരുടെ ആഗ്രഹം നിറവേറ്റും. അതെ, അതാരാ ഇപ്പൊ പറഞ്ഞത്? ഓഹോ, രുദ്ര, നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഒരുപാട് കാലമായല്ലോ. ഏതായാലും ഇപ്പൊ നേരിട്ട് കണ്ടല്ലോ, ഇനി നല്ല രസമായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം നീ സ്വതന്ത്രനായിരുന്നു, അതുകൊണ്ട് നിനക്ക് നിന്റെ പാലസ് സംരക്ഷിക്കാൻ പറ്റി. പക്ഷെ ഇപ്പോ ഈ അക്കാഡമി മുഴുവനും ഞാൻ അറസ്റ്റ് ചെയ്യും. നിന്നെ ഞാൻ തടവിലാക്കും രുദ്ര. ഇന്ന് നമ്മൾ തമ്മിലുള്ള ഫൈറ്റ് വളരെ നന്നായിരിക്കും. Come on. രുദ്ര, ഇനി നീ എന്താ ചെയ്യാൻ പോകുന്നത്? Come on, attack, attack. Actually ഞാൻ ഫൈറ്റ് ചെയ്യാനുള്ള മൂഡിലല്ല. So bye bye. രുദ്ര, Ina, Sheena, Academy, Shankina. പാവം രുദ്ര, ഇത്തവണ നീ വരാൻ ലേറ്റ് ആയി പോയി. ഇനി ജീവിതകാലം മുഴുവനും ഈ അക്കാഡമിക്ക് ഒപ്പം നിങ്ങൾ എന്റെ തടവിലായിരിക്കും. എത്രയും പെട്ടെന്ന് ഈ മിനിയോറുടെ ക്രിസ്മസ് ട്രീ അലങ്കരിക്കാൻ തയ്യാറായിക്കോളൂ.
എന്റെ ക്രിസ്മസ് ട്രീയുടെ ഡെക്കറേഷൻ പൂർണ്ണമായി കഴിഞ്ഞു. ആരും ഇതിൽ കണ്ണു വെക്കരുത്. രുദ്ര, ഇപ്പൊ പറ, രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ആരും സംശയിക്കരുത്. ഒന്ന് വേഗം പറ, എന്തു പറ്റി? ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം നിന്റെ മുഖത്ത് ഇന്ന് സന്തോഷം നിറഞ്ഞു നിൽക്കുകയാണ് മിനി. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, എന്നെ മിനിന്ന് വിളിക്കരുത്. മിനിയോറാന്നായി വിളിക്കാൻ പാടുള്ളൂ. ദേഷ്യപ്പെടരുത്, ഞാനത് പറയാൻ വന്നതായിരുന്നു. അതിനിടയ്ക്ക് നീ കയറി സംസാരിച്ചു മിനിയോറ. മിനിയോറയെ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ട് പറയാണ്, ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ ഒരു വഴി ഉണ്ടെങ്കിൽ അതിന് ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മൾ ഈ ബോളിന്റെ അകത്ത് അവളെ വിളിക്കണം. വാട്ട്സ് ആൻ ഐഡിയ. എന്നാ പിന്നെ നമുക്ക് ചെന്ന് പറയാം. പ്ലീസ് അകത്തേക്ക് വരൂ. അപ്പൊ പിന്നെ അവള് കേറി വന്നേക്കുമല്ലോ. ജെനി, നിനക്ക് നല്ല കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ലെങ്കിൽ ഒന്ന് മിണ്ടാതിരിക്ക. യു ഹാവ് എനി ബെറ്റർ ഐഡിയ? അതെ, എന്റെ കൈവശം ഒരു ഐഡിയ ഉണ്ട്. എല്ലാവരും കേൾക്ക്. മിനിയോർ ആന്റി, ഞങ്ങൾ ഷാക്കാലിന്റെ നെഫ്യൂസ് ആണ്. ഷാക്കാലിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ലോണം അറിയാലോ. ഷാക്കാല് നിങ്ങളെ പോലെ വളരെ മോശം. അല്ല, അത് പിന്നെ രുദ്രയെ നശിപ്പിക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചൊരു മെജിഷ്യൻ ആണ്. ഞങ്ങള് നിങ്ങളുടെ സൈഡിലാ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ ചെയ്തിരിക്കും. പ്ലീസ് ഞങ്ങളെ പുറത്ത് വിടണേ. ജോഡി, നീ എന്തായി പറയുന്നേ? ജോഡി, തമാശക്കാണെങ്കിലും നീ പറഞ്ഞത് വളരെ ബ്രില്യന്റ് ഐഡിയ ആണ്. നമ്മളിപ്പോ അത് തന്നെയാ ചെയ്യേണ്ടത്. നമ്മൾ എല്ലാവരും വിഷമിക്കണമെന്നാണ് മിനിയോറ വിചാരിക്കുന്നത്. പക്ഷെ നമ്മൾ ആരും ഒരിക്കലും ദുഃഖിക്കരുത്. നമുക്ക് ഇവിടെ തന്നെ അടിച്ചു പൊളിക്കാന്നേ. എന്റെ അടുത്ത് ഒരു പ്ലാൻ ഉണ്ട്. നല്ല രസമുണ്ടല്ലേ? മുഴുവൻ അടിച്ചു പൊളിക്കണം. ഇവിടെ കളിക്കാൻ എന്ത് രസം. തുമ്പികളെ പോലെ പാറി പറന്ന് നടക്കാം. ഡാ ചോട്ടു, ഞാൻ കരുതിയത് അവര് തേങ്ങി തേങ്ങി കരഞ്ഞൊരു വഴിയാവൂന്നാ. പക്ഷെ ഇതിനകത്ത് കുടുങ്ങിയിരുന്നിട്ടും അവര് കളിച്ചും ചിരിച്ച് ആഘോഷിച്ച് നടക്കുകയാണല്ലോ. അതെ അതെ, ഇതിൽ എന്തോ ഗുലുമാലുണ്ട്. അത് ശരിയാ. നമ്മൾ ആരെങ്കിലും ഒരാൾ അകത്ത് പോയി നോക്കിയേ പറ്റൂ. എല്ലാരും ഇത് എവിടെ പോയത്? ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എല്ലാരും ഇത് എവിടെ പോയേ? എനിക്കൊന്നും ശരിക്കും കാണാൻ പറ്റുന്നില്ലല്ലോ. എല്ലാരും കൂടി ചേർന്ന് കളിക്കല്ലേ? നിങ്ങൾ ആരെയും ഞാൻ വെറുതെ വിടില്ല. ആരെയും ഞാൻ വിട്ടു വെക്കാൻ പോകുന്നില്ല.
Merry Christmas, Menora. ഇത് മാഡം കോളൻ ഗോ റെഡിയാക്കിയ സ്നേക്ക് ആൻഡ് ലാഡർ ഗെയിമാണ്. ഇത് കളിക്കാതെ നിനക്ക് ഞങ്ങളുടെ അടുത്ത് പോലും വരാൻ പറ്റില്ല. വെറുതെ കലപിലെന്ന് സംസാരിക്കാതെ മിണ്ടാതിരിക്കുന്നുണ്ടോ? സമയം കളയുന്നത് എനിക്ക് ഇഷ്ടമല്ല. വേണ്ട. നീ അങ്ങനെ അങ്ങ് ഓടി രക്ഷപ്പെടാൻ പറ്റില്ല രുദ്ര. ഇപ്പോൾ വാതിൽ തുറന്ന് ഞങ്ങൾ എല്ലാവരെയും പുറത്തേക്ക് വിട്. എന്നെ കെട്ടിയിട്ടാലും ശരി, എന്തൊക്കെ ചെയ്താലും ശരി, വാതില് ഞാൻ തുറക്കില്ല. നിങ്ങൾ ആരും ഇതുവരെ മിനിയോരുടെ ഓറ ഇതുവരെ കണ്ടിട്ടില്ല. മെരി ക്രിസ്മസ്. മിനിയോരാത്രിക്ക് മന്തി പെണ്ണൊന്നുമില്ല. എടുത്തു ചാടി അങ്ങനെ നിങ്ങളുടെ പുറകെ ഒന്നും വരില്ല. എനിക്കറിയാമായിരുന്നു രുദ്ര അവന്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു പണി ഒപ്പിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ അടങ്ങി ഒതുങ്ങി ആ അക്കാഡമിക്കകത്ത് ഇരുന്നാ മതി. എന്റെ ചോട്ടുവിനെ പുറത്തേക്ക് വരാൻ പറ. എന്തെങ്കിലും പണി ഒപ്പിച്ചാലുണ്ടല്ലോ അക്കാഡമി മുഴുവൻ ഞാൻ വെള്ളം നിറയ്ക്കും. ഒരുപാട് നേരായിട്ട് രുദ്ര ഇതുവരെ കാണുന്നില്ലല്ലോ. ഒരു പക്ഷെ പേടിച്ച് എവിടെങ്കിലും പതുങ്ങിയിരിക്കായിരിക്കും കൊച്ചൻ. എന്നോർത്ത് അത്രയ്ക്ക് വിഷമിക്കണ്ട മിനിയോറ. ഞാൻ ഇവിടെ തന്നെയുണ്ട്, നിന്റെ തൊട്ട് പുറകിലുണ്ട്. നീ എങ്ങനെ പുറത്തേക്ക് വന്നത്? നിന്റെ ഒരുപാട് വീക്ക്നെസ് എനിക്കും അറിയാം മിനിയോറ. എനിക്കറിയാമായിരുന്നു നീ എന്റെ വലയിൽ കുടുങ്ങില്ലെന്ന് അറിയാമായിരുന്നു. എന്നാലും ഞങ്ങൾ സന്തോഷിക്കുന്ന കാണുമ്പോ നിനക്ക് സമാധാനമില്ലല്ലോ. അതുകൊണ്ട് ക്യൂരിയോസിറ്റിയില് ആരെങ്കിലും നീ അകത്ത് പറഞ്ഞയക്കുമെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ മിനിയോറ, രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുതെന്ന്. രുദ്ര, നീ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഇനി സിറ്റീസ് ആണ് അനുഭവിക്കാൻ പോകുന്നത്. ഈന, ഷീന, സിറ്റി, ഷങ്കീന. ഇതിലേതെങ്കിലും ഒരു സിറ്റിയുടെ ബോൾ താഴെ വീണ് പൊട്ടിയാൽ ആ ടോട്ടൽ സിറ്റിയും അവിടുത്തെ ജനങ്ങളും എല്ലാവരുടെയും കഥ അതോടെ അവസാനിക്കും. നിന്റെ രണ്ട് കൈയും നിറഞ്ഞു പോയല്ലോ രുദ്ര. എനിക്കറിയാമായിരുന്നു നീ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാനായിട്ട് നിന്റെ ജീവൻ പണയം വെക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. രുദ്ര, ഇനി നീ എന്റെ ഐസ് ബാങ്കിന്റെ സ്റ്റാച്യു ആവാൻ റെഡി ആയിക്കോ. രുദ്ര തനിച്ചാണെന്ന് കരുതണ്ട.
Ibaiska, Zibaiska, cities on Christmas tree, fix sound. ഞാനൊരിക്കലും ആലോചിച്ചതല്ല. ഈ അതിഭയങ്കര ഗുഹയ്ക്കകത്ത് വരുത്ത് ഞാൻ കരുതിയില്ല. മിനിയോരുടെ ഈ സ്ഥലത്ത് വെച്ച് മിനിയോരെ നമുക്ക് എങ്ങനെ തോൽപ്പിക്കാൻ പറ്റും? മര്യാദയ്ക്ക് എന്റെ ക്രിസ്മസ് ട്രീ തിരിച്ചു തന്നിട്ട് പോ. Ibaiska, Zibaiska, protection wall creator. Myra, bolun melot boka. 1, 2, 3, let's go. Ina, Sheena, Shankina. രുദ്ര, എന്നെ പുറത്തിറക്കി വിട്. ഐ പ്രോമിസ്. ഇനി ഞാൻ ആരെയും ഒരിക്കലും മിനിയേച്ചർ സൈസിലേക്ക് മാറ്റില്ല. പ്ലീസ് പ്ലീസ്. Ibaiska, Zibaiska, boom, chick, chick, boom. മാഡം, ഇത് സർ മജസ്റ്റിക്കയുടെ അടുത്തേക്ക് കൊടുത്തയച്ചേക്ക്. കാരണം അടുത്ത പ്രാവശ്യം ഈ മിനിയോറയെ അദ്ദേഹം നല്ല സ്ഥലത്ത് ഡിസ്പ്ലേ ചെയ്യും. പിന്നെ ആരെയും മിനിയേച്ചറായി മാറ്റാൻ പറ്റാത്ത സ്ഥലത്തേക്ക് ഇവൾ പൊക്കോളൂ. രുദ്ര, നീ ഇത്തവണയും അക്കാദമിയെ രക്ഷിച്ചിരിക്കുകയാണ്. താങ്ക് യു ഫ്രം ഓൾ ഓഫ് അസ്. പിന്നെ ഇവളുടെ കാര്യം, ഇത് നീ തന്നെ മജസ്റ്റിയുടെ അടുത്തേക്ക് അയക്കും. സബാഷ് രുദ്ര, നിന്നെ ഓർക്കുമ്പോ ഞങ്ങൾക്കൊക്കെ അഭിമാനം തോന്നുന്നു. നമ്മളെക്കാളും ഇപ്പൊ ഏറെ സന്തോഷിക്കുന്നത് ആ സാന്റാക്ലോസ് ആവും. അദ്ദേഹം ദേ മേലേന്ന് വരികയാ. സാന്റാക്ലോസ്, സാന്റാക്ലോസ്, മേരി ക്രിസ്മസ്. ഓഹോ, പുറത്തൊരു ക്രിസ്മസ് ട്രീയും കാണാനില്ല, ജിമ്മി ജീനീസിനെയും കാണാനില്ല. പക്ഷെ അവൻ ഇതുവരെ വരാത്തതെന്താ? ഹായ് ജിമ്മി, നീ വിളിച്ചു, ജിമ്മിതാ വന്നു. സുഹൃത്തിനെ കാണിക്കാൻ കൂടെ ടെന്റിക്കിൾസും കൊണ്ടുവന്നു. ഇല്ലെങ്കിൽ നീ ടെന്റിക്കിൾസ് അവിടെ ഇട്ടേച്ച് പോരുമായിരുന്നോ? അത് അറ്റാച്ച്ഡ് അല്ലേ?
പക്ഷേ നിന്നോടുള്ള അത്ര അറ്റാച്ച്മെന്റ് ഒന്നും എനിക്ക് ഇതിനോടില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ട്രേഡ് മാർക്കായ ടെന്റിക്കിൾ സ്പിൻ ചെയ്യാം. ഇവിടെ എന്റെ തല സ്പിൻ ആയിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് നിനക്ക് ടെന്റിക്കിൾ സ്പിൻ ചെയ്യേണ്ടത്. ഒന്ന് വാന്നേ, നല്ല രസമായിരിക്കും. വേണ്ട, വീട്ടിലുള്ള സാധനങ്ങളെല്ലാം പൊട്ടിപ്പോവും. എടാ അഭിമന്യു, നീ എപ്പോഴാ ഇത്രയ്ക്ക് നന്നായത്? എന്റെ ഫ്രണ്ട് അഭിമന്യു നേരത്തെ എത്ര കുസൃതിയായിരുന്നു. ഓ, ഈ ജിമ്മി എവിടെ പോയി? അഭിമന്യു, നീ എന്തായി ചെയ്തത്? ഞങ്ങളെ വിചാരിച്ചു പോലും ഇല്ല ഇങ്ങനെ. ഞാൻ എന്ത് ചെയ്തു? ഇനി എങ്ങാനും ഇവര് ജിമ്മിയെ ഏലിയൻ ഫോമിൽ കണ്ടു. ഈ ജിമ്മി ഇത് എവിടെ പോയി? ഞാനൊന്ന് പറയട്ടെ. ആ, ഞങ്ങളോട് പറ. ഇത്ര ബ്യൂട്ടിഫുള്ളും യുണീക്കും ആയ ക്രിസ്മസ് ട്രീ നിനക്ക് എവിടുന്ന് കിട്ടി? ക്രിസ്മസ് ട്രീ അവിടുന്ന് തന്നെ എല്ലാ വർഷവും വാങ്ങുന്നിടത്തുനിന്ന്. സൂപ്പർബല്ലേ? ആ, അതെ അതെ. പക്ഷെ കുറച്ചും കൂടി ഡെക്കറേഷൻസ് ആവശ്യമുണ്ട്. വെരി നോട്ട്. ഞാനില്ലേ, നിങ്ങളെല്ലാം പാർട്ടിയിലേക്ക് പോയിക്കോ. ഞാൻ ഇതുകൊണ്ട് അങ്ങോട്ട് വരാം. ജിമ്മി, നീ ശരിക്കും ജീനിയസാ. ഞാനാണല്ലോ. ഇനി നീയാണ് ക്രിസ്മസ് ട്രീ. എന്ത്? ഇല്ലല്ലോ, എനിക്ക് ക്രിസ്മസ് ട്രീ ആവാനൊന്നും അറിയില്ല. നീ ഒന്നും ചെയ്യണ്ട. നീ ഇവിടെ നിൽക്കുന്ന പോലെ തന്നെ പാർട്ടിയിലും പോയി നിന്നാ മതി. അപ്പൊ നിനക്ക് മനസ്സിലാക്കാൻ കഴിയും ഹ്യൂമൻസ് എങ്ങനെയാണ് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന്. ഇനി എനിക്ക് ക്രിസ്മസിന്റെ ഒരു ടെൻഷനും ഇല്ല. നിന്നെ പോലെ ജീനിയസ് ആയ ഫ്രണ്ട് എനിക്കുണ്ടല്ലോ. അഭിമന്യു, നിനക്ക് ഒരു മാറ്റവും ഇല്ല. ഓഹോ, അഭിമന്യു ഒരിക്കലും എന്റെ കോൾസ് ഒന്നും അറ്റൻഡ് ചെയ്യാറേയില്ല. ഞാനാണെങ്കിൽ ആര്യയെയും കുക്കിയെയും നവീനെയും വേറൊരു പ്ലാനറ്റിലേക്ക് റിസർച്ചിന് അയച്ചിരിക്കുകയാണ്. ആര്യ ഉണ്ടായിരുന്നെങ്കിൽ ഫോൺ എടുത്തേനെ. ഇനി ഞാൻ തന്നെ ഭൂമിയിലേക്ക് പോയി അവന്റെ വിവരങ്ങൾ അറിയണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകല്ലേ, ഇല്ലെങ്കിൽ നീ പിടിക്കപ്പെടും. ഇതുപോലെ ഇങ്ങനെ തന്നെ നിന്നാ മതി. പക്ഷേ എത്ര നേരം? ഓ വൗ, നല്ല ക്രിസ്മസ് ട്രീ. വാ വാ വാ. നിക്ക് ഫ്രണ്ട്സ്. ഓ നോ, ഈ ഹ്യൂമൻസ് എത്ര വികൃതികളാ. ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ഞാൻ എവിടെ എത്തിയിരിക്കുന്നത്? നമുക്ക് ഈ ക്രിസ്മസ് ട്രീ പാർട്ടിയുടെ സെൽഫി പോയിന്റ് ആക്കാം. എന്തൊരു അവസ്ഥയാണ് നോക്കണേ. ഏലിയൻ ആയിരുന്നു, സെൽഫി പോയിന്റ് ആക്കി. നമുക്ക് എല്ലാവർക്കും ഇതിന്റെ കൂടെ ഒരു സെൽഫി എടുക്കാം. ബാ ഫ്രണ്ട്സ്, സെൽഫി എടുക്കുന്ന കാര്യം പറഞ്ഞ് നിങ്ങൾ സെൽഫിഷ് ആവരുത്. ഈ ട്രീയുടെ ഡെക്കറേഷൻ നിങ്ങൾ നശിപ്പിച്ച് കളയരുത്. പ്ലീസ്, കുറച്ച് മാറി നിന്ന് സെൽഫി എടുക്ക്. ഓക്കെ, രക്ഷപ്പെട്ടു. ഇത്രയുള്ള കാര്യം. അഭിമന്യു, എത്ര തവണ നിന്നോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നീ ഒരു കാര്യവും മനസ്സിലാക്കുന്നില്ലല്ലോ. നിങ്ങളാരാ? മമ്മി എന്നോട് സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കരുതെന്നാ പറഞ്ഞേക്കുന്നത്. ഓ അഭിമന്യു, ഞാൻ സ്ട്രേഞ്ചർ അല്ല, സുപ്രീമോയാണ്. സുപ്രീമോ. എന്തോ കുഴപ്പമുണ്ടല്ലോ. ഇയാൾക്ക് എങ്ങനെ സുപ്രീമോയുടെ കാര്യം അറിയാം? ഇനി ഏതെങ്കിലും ഹ്യൂമനെ ടെസ്റ്റ് ചെയ്യുവാണോ? ഞാൻ ആരുടെയും ചതിയിൽ വീഴാൻ പോകുന്നില്ല. ഏത് സുപ്രീമോ? എനിക്കൊരു സുപ്രീമോയെ അറിയത്തില്ല. ഓഹോ, അപ്പൊ നിനക്ക് സുപ്രീമെ അറിയില്ലല്ലേ? സുപ്രീമോ ആയാലും സൂപ്രണ്ടന്റ് ആയാലും എനിക്കൊരു സുപ്രീമോയെ അറിയില്ല. ഇപ്പൊ കാണിച്ചു തരാം. ഇപ്പൊ നിനക്ക് വിശ്വാസമായില്ലേ ഞാനാണ് സുപ്രീമോ എന്ന്? സുപ്രീമോ, താങ്കൾ ഇവിടെ? എനിക്ക് ഒരാഗ്രഹമില്ല ഹ്യൂമൻസിന്റെ ക്രിസ്മസ് പാർട്ടി അറ്റൻഡ് ചെയ്യാൻ. പക്ഷേ നീ ഇത്രയും നേരമായിട്ട് എന്റെ കോൾ അറ്റൻഡ് ചെയ്തില്ലല്ലോ. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഇവിടെ വരേണ്ടി വന്നത്. ഓ നോ, ഞാൻ സുപ്രീമോട് പറയാതെയാ ഭൂമിയിലേക്ക് വന്നത്. അദ്ദേഹം എങ്ങാനും എന്നെ കണ്ട എന്റെ എല്ലാ ജീനിയസ് പരിപാടികളും നിൽക്കും. ഈ ട്രീ എന്താ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങളെല്ലാം ഇളക്കി മറിക്കുന്ന ആളല്ലേ, പിന്നെയല്ലേ ഈ ട്രീ. എനിവേ, എന്തായാലും ഇങ്ങോട്ട് വന്നില്ലേ, ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കും. കാലം രക്ഷപ്പെട്ടു. അഭിമന്യു, ഇന്ന് നീ ഞാൻ ഉണ്ടാക്കിയ ഈ കേക്ക് കഴിച്ചേ പറ്റൂ. ആന്റി, ഞാൻ പാർട്ടിയില് ഒരുപാട് സാധനങ്ങൾ കഴിച്ചു. എന്റെ വയറ്റിൽ അല്പം പോലും സ്ഥലമില്ലെന്നേ. ഞാൻ പിന്നെ കഴിച്ചോളാം. ശരി, താങ്കളെ ഇവിടെ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ലല്ലോ. അത് പിന്നെ ഒരു കുഴപ്പമില്ല. നിങ്ങൾ കൃത്യസമയത്ത് കൃത്യസ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. നിങ്ങൾക്കും വെൽക്കം ഉണ്ട് സാറേ, അതും ഈ കേക്കിന്റെ കൂടെ. ഞാൻ കഴിച്ചോളാം. അഭിമന്യു മോനെ, നീ എന്റെ കൂടെ വാ, കുറച്ച് ജോലിയുണ്ട്. ഈ കേക്ക് ഞാൻ എവിടെ കൊണ്ട് ഒളിപ്പിക്കും? ഇനി സുപ്രീമോ എന്റെ നേർക്കെങ്ങാനും വരുമോ? അയ്യോ, എന്റെ നേരെയാണല്ലോ വരുന്നത്. ഓ നോ, എന്നെ എങ്ങാനും മനസ്സിലായി കാണുമോ? ക്രിസ്മസ് ട്രീയിൽ ഒളിപ്പിക്കാം. ഓ നോ, ഏലിയൻസിന് ഇതൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. കേക്ക് സോക്കറ്റിൽ എങ്ങാനും കൊണ്ടാ ഫംഗ്ഷൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും. ഓടിക്കോടാ ജീനി. വേറൊരു ഏലിയൻ. ആരാണിവൻ? ഇവൻ എങ്ങനെ ഇവിടെ എത്തി? എനിക്കത് കണ്ടുപിടിച്ചേ പറ്റൂ.
എത്ര നേരം നീ ഒളിച്ചിരിക്കും? ഏത് ഭ്രാന്തനാണ് അവൻ? പിടിക്കണവനെ. അയ്യോ, ഇവരെന്താ ഇങ്ങനെ? അയ്യോ, സുപ്രീമോടെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? എനിക്ക് എന്റെ ഗെറ്റപ്പ് മാറ്റിയേ പറ്റൂ. അയ്യോ, ഇവരെന്റെ പുറകെ നിന്ന് മാറുന്നില്ലല്ലോ. എവിടെ പോയി? അവിടെ നോക്കാം. ആ വാ. ഓ, ജീവൻ രക്ഷപ്പെട്ടു. ഇതെന്താ? ഇത് സ്വയം ജമ്പ് ചെയ്യുകയാണല്ലോ. ഇത് ഉറപ്പായും ഒരു ഏലിയനാണ്. എവിടെ പോയി? നിക്കവിടെ. എത്ര നേരം നീ ഒളിക്കും? ഇപ്പൊ മനസ്സിലാവും നീ ഏത് ഏലിയനാണെന്ന്. അവിടെ നിൽക്കാനാ പറഞ്ഞത്. സുപ്രീമോ സുപ്രീമോ ജിമ്മിയുടെ പുറകെ ഓടി നടക്കുവാണല്ലോ. കിട്ടിപ്പോയി. സോറി. തന്റെ ഒരു സോറി. ഓടിക്കോ. ഇവര് രണ്ടുപേരും ചേർന്ന് പാർട്ടി കൊളവാക്കി കളഞ്ഞല്ലോ. ആ കേൾക്കൂ കുട്ടികളെ. നേരെ പറഞ്ഞാൽ ഗിഫ്റ്റ് ഇല്ലാതെ ക്രിസ്മസ് പാർട്ടി എന്തിനാ? അത് വെറുതെ അല്ലേ? എല്ലാ കുട്ടികളും ഇങ്ങോട്ട് വന്ന് അവരവരുടെ ഗിഫ്റ്റുകൾ എടുക്കൂ. അയ്യോ, എന്റെ ട്രോളി ഇത് എങ്ങോട്ടാ പോകുന്നേ? നടുവൊടിച്ചേ, എന്റെ നടുവൊടിച്ചേ. അയ്യോ, അവിടെ നിക്ക്. എങ്ങോട്ട് പോയടാ നീ? അവിടെ ഒളിച്ചിരിക്കുകയാണല്ലേ? എടോ, ആരാ ഇയാള്? ഇയാള് ക്രിസ്മസ് പാർട്ടി എല്ലാം നശിപ്പിക്കുകയാണല്ലോ. എവിടെ പോയടാ നീ? സുപ്രീമോ ജിമ്മിയെ പിടിക്കാതിരുന്നാ മതിയായിരുന്നു. എവിടെയെങ്കിലും കാണുവാ ഏലിയൻ? എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നു. ഓനോ, ജിമ്മിയ ഗിഫ്റ്റ് ബോക്സിനകത്താണെന്നാ തോന്നുന്നേ. സുപ്രീമോ, നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നേ? ഞാൻ ഇവിടെ ഒരു ഏലിയനെ കണ്ടു. അവൻ ആരാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. എന്റെ ഫ്രണ്ടിനെ രക്ഷിക്കാൻ വേണ്ടി അഭിമന്യു മൈതാനത്തിലേക്ക് ഇറങ്ങിയേ പറ്റൂ. സുപ്രീമോ, അത് വേറെ ഏലിയനൊന്നും ആയിരുന്നില്ല, ഞാൻ തന്നെയാ. എന്ത്? അഭിമന്യു, നീ എന്താ പരസ്യമായി ഏലിയൻ ഫോമിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നു? സോറി സുപ്രീമോ, എന്റെ ബാറ്ററി തീർന്നു പോയി, അങ്ങനെ ഏലിയൻ ഫോമിലായതാ. നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിന്റെ ബാറ്ററി ഫുൾ ചാർജിൽ വെക്കണമെന്ന്? ആരെങ്കിലും നിന്നെ കണ്ടാലോ? താങ്കളുണ്ടല്ലോ, പ്ലീസ് എന്നെ ഒളിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോ. എങ്ങനെ? ഞാൻ ഈ റെയിൻഡിയറിനകത്ത് ഒളിക്കാം, എന്നിട്ട് ഈ സ്ലെഡ്ജ് പറപ്പിക്കാം. താങ്കൾ സാന്റാക്ലോസ് ആവണം, എന്നിട്ട് എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് സാന്റാക്ലോസ് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കും. ഇപ്പൊ ഈ റെയിൻഡിയർ എന്തിനാ ഇളകുന്നത്? നിങ്ങളെല്ലാം ഇളക്കി മറിക്കുന്ന ആളല്ലേ, പിന്നല്ലേ ഈ റെയിൻഡിയർ. എനിവേ, ഇനി ഹ്യൂമൻസിന്റെ ക്രിസ്മസ് പാർട്ടി അടിപൊളിയാക്കാൻ വേണം 3 ഏലിയൻസ്. ഞാൻ എന്തേ പറഞ്ഞേ? 3? ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ, താങ്കളും പിന്നെ സാന്റാക്ലോസ്. ഇന്നാ സാന്റാക്ലോസിന്റെ കോസ്റ്റ്യൂം. ഇത്രയുള്ള കാര്യം. ഇപ്പൊ നിങ്ങളെ കണ്ട സാന്റാക്ലോസ് പോലെ തന്നെയുണ്ട് സുപ്രീമോ. കുട്ടികൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടുമ്പോൾ വളരെ സന്തോഷമാവും. സോറി അഭിമന്യു, ഞാൻ കാരണം നീയും കുഴപ്പത്തിലായല്ലോ. നോ സോറി, നോ താങ്ക് യു. ഫ്രണ്ട്സിന് വേണ്ടി ഞാൻ എന്നും ഉണ്ടാവും. ഇനി കണ്ടോ ഞാൻ എങ്ങനെയാ നിന്നെ സോങ്കയിലേക്ക് കൊണ്ടുപോകുന്നതെന്ന്. പിന്നെ സുപ്രീമോയ്ക്ക് ഒരു വിവരവും കിട്ടില്ല. അയ്യോ, എല്ലാം നശിപ്പിച്ചു കളഞ്ഞല്ലോ. ക്രിസ്മസ് പാർട്ടി മുഴുവൻ അലങ്കോലമാക്കി. മേരി ക്രിസ്മസ് എവരിവൺ. ഹോ ഹോ ഹോ. ഹോ ഹോ ഹോ. ഇതാ നിങ്ങളുടെ ഗിഫ്റ്റ്. ഹോ ഹോ ഹോ. മേരി ക്രിസ്മസ് എവരിവൺ. എല്ലാവർക്കും ഗിഫ്റ്റ് ഉണ്ട്. സാന്റാക്ലോസ് എല്ലാവർക്കും ഗിഫ്റ്റ് തരും. വാവ്, എന്ത് നല്ല സർപ്രൈസ് ആണ്. ഈ സാന്റാക്ലോസ് ശരിക്കും പറഞ്ഞു വന്നോ? കൊള്ളാലോ മിസ്റ്റർ സീതേ, നിങ്ങൾ നല്ല സർപ്രൈസാ തന്നത്. ഞങ്ങൾ വിചാരിച്ച് പാർട്ടി എല്ലാം കഴിഞ്ഞെന്ന്. നിങ്ങൾ ക്രിസ്മസ് പാർട്ടിക്ക് പുതിയൊരു ജീവൻ തന്നെ നൽകി. ഫ്ലൈയിങ് സ്ലെഡ്സ്, സാന്റാക്ലോസ്, സമ്മാന പെരുമഴ, ഇതൊക്കെ എപ്പ അറേഞ്ച് ചെയ്തു? അതൊന്നും എനിക്കറിയില്ല. പിന്നെ ഞാൻ ഇത് നേരെ ചൊവ്വേ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോലും അറിയില്ല ഇതെങ്ങനെ സംഭവിച്ചെന്ന്. പക്ഷെ എന്തൊക്കെയായാലും കാര്യം നല്ല ഭംഗിയായി.
ഹോ, ഹോ, ഹോ. ജിമ്മി ജീനിയസ്, ടൈം ടു ടേക്ക് ഓഫ്. ശരിക്കുള്ള ജീനിയസ് നീയാണ് അഭിമന്യു. ഹോ, ഹോ, ഹോ. അയ്യോ ഒന്ന് സൂക്ഷിച്ച്, ഇല്ലെങ്കിൽ ഞാൻ വീഴും. ഹോ, ഹോ, ഹോ. ഹോ, ഹോ, ഹോ. ഹോ, ഹോ, ഹോ. മേരി ക്രിസ്മസ്. നമുക്ക് ക്രിസ്മസിന്റെ ഒരുക്കങ്ങളൊക്കെ ചെയ്യണം. ഒരുപാട് ജോലിയുണ്ട്. ആഹാ, എല്ലാവരും വൈകുന്നേരത്തെ ക്രിസ്മസ് പാർട്ടിക്ക് വേണ്ടി എക്സൈറ്റഡ് ആണെന്ന് തോന്നുന്നല്ലോ. ഡാഡ്, ബ്രിഗേഡിയർ അങ്കിൾ, എങ്ങനെയുണ്ട് ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ? ലോകമെമ്പാടുമുള്ള ക്രിസ്മസ് ട്രീ ഒരു വശം, പിന്നെ നമ്മുടെ കോളനിയിലുള്ള ഈ ക്രിസ്മസ് ട്രീ മറ്റൊരു വശം. വൺ സൈഡഡ് ഓൺലി. തീർച്ചയായിട്ടും അടിപൊളിയായിരിക്കും. കാരണം എന്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്തിട്ടല്ലേ ഗോപു ഇത് റെഡിയാക്കിയത്. ഇത് കാണാൻ ശരിക്കും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഈ ക്രിസ്മസ് ട്രീയില് ഒരു വെട്ടിത്തിളങ്ങുന്ന സ്റ്റാറിന്റെ കുറവുണ്ടല്ലോ. ഓ മാധവ്, നിന്നോട് സ്റ്റാർ കൊണ്ടുവരാൻ പറഞ്ഞയച്ചതല്ലേ, നീ എന്താ ഇത്ര ഇറസ്പോൺസിബിൾ ആയിട്ടുള്ളത്? സ്റ്റാർ അല്ലേ? ഇതാ വെട്ടിത്തിളങ്ങുന്ന സ്റ്റാർ. ഇതെനിക്ക് സ്കൂളിൽ നിന്ന് ബെസ്റ്റ് സ്റ്റുഡന്റിന്റെ അവാർഡായിട്ട് കിട്ടിയതാണ്. ഇന്ന് വരെ എനിക്ക് എനർജി തന്നുകൊണ്ടിരുന്നത് ഈ സ്റ്റാർ ആണ്. ഇന്ന് ഇത് ക്രിസ്മസ് ട്രീക്ക് ഒരു അലങ്കാരമായിരിക്കട്ടെ. ഓക്കേ, നിങ്ങൾ ഈ സ്റ്റാർ ട്രീയിൽ ഫിക്സ് ചെയ്യ്. അതിനിടയ്ക്ക് ഞാൻ ക്രിസ്മസ് ഡിന്നർ ഉണ്ടാക്കാം. ഞാനും സഹായിക്കാം. ഡിന്നർ ടേസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ മാത്രം. ഇതെന്റെ അച്ഛനെ കിട്ടിയ സ്റ്റാർ മെഡലാ. ഇത് നമ്മൾ ട്രീന്റെ മുകളിൽ വെക്കും, ട്രീന്റെ മേലെ. പക്ഷെ ഇത് ട്രീയിൽ ഫിക്സ് ചെയ്യാനുള്ള ഐഡിയ എന്റെ അച്ഛനല്ലടാ പറഞ്ഞത്. അതുകൊണ്ട് ഈ സ്റ്റാർ മെഡൽ ഞാൻ വെക്കും. എന്താ ഈ സ്റ്റാറിലൊന്നും തിളക്കമില്ലാത്ത? എന്റെ മീശ നന്നായിട്ട് തിളങ്ങുന്നു, ഈ സ്റ്റാർ എന്താ തിളങ്ങാത്ത? ഇതാണ് പറയണേ, ഏതെങ്കിലും കാര്യം മനസ്സറിഞ്ഞ് നമ്മൾ ഇഷ്ടപ്പെട്ടാൽ അത് ഇഷ്ടപ്പെട്ട അടുത്തേക്ക് നമ്മളെ കൊണ്ടുപോകും. അതാണ് സത്യം. അതുകൊണ്ട് സാന്റ എനിക്ക് വേണ്ടി ഇത് തന്നിരിക്കുകയാണ്. താങ്ക് യു സാന്റ, താങ്ക് യു. ഇനിയിപ്പോ ഈ സ്റ്റാർ എന്റെ ക്രിസ്മസ് ട്രീന്റെ അടയാള ചിഹ്നമായി മാറും. ഈ സ്റ്റാർ ഇനി എനിക്കാണ് സ്വന്തം. ഇനി ഒരാൾക്കും ഈ സ്റ്റാർ എടുക്കാൻ പറ്റില്ല, എന്റെ മീശയെ പോലെ. പക്ഷെ ആ സ്റ്റാർ താഴെ വീണ് എവിടെയാ പോയത്? മാധവ, ഇനി അവന്റെ കയ്യിൽ നിന്നും ആ സ്റ്റാർ തട്ടിപ്പറിക്കാൻ പോകുന്നത് ആരാ? അത് നിന്റെ അച്ഛന്റെ സ്റ്റാർ അല്ലേ? പോയി തട്ടിപ്പറിക്കടാ. എന്തിനാ വെയിറ്റ് ചെയ്യുന്ന? വേഗം പോ. പക്ഷെ സ്റ്റാർ വെക്കാനുള്ള ഐഡിയ നിന്റെ അച്ഛൻ്റെതായിരുന്നില്ലേ? ചെല്ല്. അതെ, നിങ്ങൾ രണ്ടുപേരും എവിടെ പോയി? അതുപോലെ എന്റെ സ്റ്റാർ മെഡൽ എവിടെ? അതച്ഛാ, സ്റ്റാർ മെഡല് എവിടെ വീണു? അത് കാണാണ്ടായിരിക്കുക. ഞാനും ഗോപു ഇപ്പൊ അത് അന്വേഷിച്ചോണ്ടിരിക്കുക. അച്ഛൻ ടെൻഷൻ അടിക്കണ്ട. അതെന്റെ സ്റ്റാർ മെഡലാണ്, അല്ലാതെ ഒരുക്കി വീണ നക്ഷത്രമൊന്നും അല്ല. അതെവിടെ ഉണ്ടെങ്കിലും കണ്ടെത്തണം. ഇതെന്റെ ഓർഡർ ആണ്. എത്രയും പെട്ടെന്ന് പോയി കണ്ടെത്തൂ. യെസ് ബ്രിഗേഡിയർ. ആ ബൈവാന്റെ അടുത്ത് നിന്ന് എങ്ങനെങ്കിലും സ്റ്റാർ വാങ്ങണം. എന്ന് വെച്ചാ സിംഹത്തിന്റെ ഉള്ളിൽ തലയിടണം. അതുപോലെ സ്റ്റാർ ഇല്ലാതെ നമുക്ക് തിരിച്ചു പോവാനും ആവില്ല. ഇത് പുലിയുടെ വാല് പിടിച്ച കഥയായല്ലോടാ. എടാ, സിംഹത്തിന്റെ വാലിന്റെ ഉള്ളിൽ തല വെക്കുന്നതിനേക്കാളും പുലിയുടെ വാല് പിടിച്ച് വലിക്കുന്നതല്ലേ? എന്ത് പറയണു? നമുക്കൊന്ന് ഗോൽമാൾ കളിച്ചാലോ? അടിച്ചു പൊളിക്കാമടാ. നിങ്ങളുടെ ബോഡി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഈ റൗഡിമാരെ കണ്ടാൽ തന്നെ പേടിയാവുന്നുണ്ടല്ലോ. എക്സിബിഷൻ ഒക്കെ പറയുമ്പോ എനിക്ക് തല കറങ്ങോടാ. മേരി ക്രിസ്മസ് ബൈൽവാൻജി, മേരി ക്രിസ്മസ്. നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഞാൻ നിന്നെ ക്രിസ്മസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്തിട്ടില്ലല്ലോ. നിങ്ങളുടെ ക്രിസ്മസ് നിങ്ങൾ തന്നെ ആഘോഷിക്കൂ ബൈൽവാൻ സാറേ. നിങ്ങളുടെ ക്രിസ്മസ് തന്നെയാ. ഹാപ്പി ക്രിസ്മസ്. അങ്ങനെ പറയ്. ഇവിടെ എല്ലാം ഞാൻ പറഞ്ഞ പോലെ നടക്കുള്ളൂ. അത് ഞാൻ ചോദിക്കാൻ വന്നതേ, ഗാഡ്ജറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് എപ്പോ തിരിച്ചു കിട്ടും? അത്ര ധൃതിയാണെങ്കിൽ ഈ ക്രിസ്മസ് ട്രീന് പകരം നിന്നെ തലകീഴായിട്ട് തൂക്കിയിട്ടെ. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ തെറ്റ് സംഭവിച്ചാലും ഗിഫ്റ്റിന് പകരം നമ്മളെ ക്രിസ്മസ് ട്രീയിൽ തൂക്കി വിടറാ ഗോപു. നിങ്ങൾ ആരാ കുട്ടികളെ രണ്ടുപേര്? ഫൈൽവാൻ സാറേ, നിങ്ങളുടെ ക്രിസ്മസ് ട്രീ ഉണ്ടല്ലോ, അത് നമ്മുടെ സിറ്റിയിലെ സ്റ്റാറായി മാറിയിരിക്കുക. നമ്പർ 1 സാർ. ഇതുപോലെ അടിപൊളിയായ ക്രിസ്മസ് ട്രീ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല സാർ. പക്ഷെ നിങ്ങളുടെ ട്രീയിൽ ഒരു ചെറിയ കുറവുണ്ട്. എന്ത് കുറവ്? നിങ്ങളുടെ ഈ ട്രേഡ് മാർക്ക് മീശ. ഈ മീശ നിങ്ങളുടെ ക്രിസ്മസ് ട്രീയിൽ ഉണ്ടായിരുന്നെങ്കിലേ ക്രിസ്മസ് ട്രീ വേറെ ലെവലായിരിക്കില്ലേ? പിന്നെ നിങ്ങൾക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടാകും. ഞാൻ ഇതിനെ കുറിച്ച് ആലോചിച്ചേ ഇല്ല.
മീശയില്ലെങ്കിൽ ഒന്നുമില്ല. നിങ്ങളെ ആലോചിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നേ. ഞങ്ങൾ അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞു. അയ്യോ, നിങ്ങൾ രണ്ടുപേരും ഇതിനു വേണ്ടി കയ്യോടെ കൊമ്പൻ മീശ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ മീശ മറക്കാൻ പറ്റും. പക്ഷെ ഞങ്ങൾക്ക് നിങ്ങളുടെ കൊമ്പൻ മീശ മറക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ ഇത് ട്രീയിൽ ഫിക്സ് ചെയ്തോട്ടെ. ഇതൊരു നല്ല കാര്യമാണ്, താമസിക്കാൻ പാടില്ല. അമ്മ എപ്പോഴും പറയാറുണ്ട് ജീവിതത്തിൽ ഒരുപാട് ഉയരത്തിലേക്ക് ചെല്ലണമെന്ന്. വളരെ ഉയരത്തിലേക്ക് ചെന്ന് നക്ഷത്രങ്ങളുടെ ഒപ്പം സംസാരിക്കണമെന്ന് പറയും. എടാ, 1 മിനിറ്റ് ഉറച്ചു പിടിക്കടാ. എടാ, ഞാൻ ഈ സ്റ്റാർ ഒന്ന് എടുക്കട്ടെ. എനിക്ക് അയ്യോ, ദാ പപ്പ വിളിക്കുന്നു. മീശ ഫിക്സ് ചെയ്തോ കുട്ടികളെ? പിന്നെന്താ, ഫിക്സ് ചെയ്തല്ലോ. എന്നാ ശരി, ഞാൻ എന്റെ മീശ മുറുക്കട്ടെ. സിംഹത്തിനിടുന്ന് രക്ഷപ്പെട്ടു. ഇനി പപ്പേനെ മാനേജ് ചെയ്യണല്ലോ. ഹലോ പപ്പ. എന്ത് പറ്റി? സ്റ്റാർ മെഡൽ കിട്ടിയോ? അത് ഇല്ല, കിട്ടിയിട്ടില്ല. ഞങ്ങൾ അന്വേഷിച്ചോണ്ടിരിക്കുക. നിങ്ങൾ ഇങ്ങനെ സമയം വേസ്റ്റ് ചെയ്താലേ ഒരു സാധാരണ സ്റ്റാർ പോലും കിട്ടുകയില്ല. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് എന്റെ സ്റ്റാർ മെഡൽ കിട്ടുമെന്ന് പറ. ഒരു കാര്യം പറഞ്ഞേക്കാം, എന്റെ തല ചൂടായി ടെൻഷൻ ആയാലുണ്ടല്ലോ, എത്രയും പെട്ടെന്ന് സ്റ്റാർ മെഡൽ കണ്ടുപിടിച്ചുകൊണ്ട് വരൂ. യെസ് ബ്രിഗേഡർ. ഞാൻ ആ സ്റ്റാറിനെ തൊടുന്ന ഡിസ്റ്റൻസിൽ വന്നത്. അപ്പൊ നീയാടാ എന്നെ തള്ളി താഴെയിട്ടത്. ദാ ഗോപു, ഈ ഏണിയും പൊട്ടിയല്ലോ. ഇനി നമ്മൾ എങ്ങനെ മേലെ കയറി എടുക്കൂ? ഐഡിയ. മാധവ, നീ ഒരുപാട് ഉയരത്തിലേക്ക് ചെല്ലേണ്ടതാ, ഒരുപാട് ഉയരത്തിലേക്ക്. ഹലോ ഫൈൽവാൻ സാറേ, ട്രീയില് മീശ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. എന്നാലും ഒരു പക്ഷേ ആ ഡമ്മി മീശയുടെ ഒപ്പം നിങ്ങളുടെ ശരിക്കുമുള്ള മീശയും ഉണ്ടായിരുന്നാൽ അപ്പോഴല്ലേ ക്രിസ്മസ് ട്രീ അടിപൊളിയാവുന്നേ. അതാണ് യഥാർത്ഥ ഹാപ്പി ഹാപ്പി ക്രിസ്മസ് അല്ലേ? അത് നീ പറഞ്ഞത് ശരിയാ. മീശയില്ലെങ്കിൽ ഒന്നുമില്ലെന്നേ. മീശയുണ്ടെങ്കിൽ എന്നോടൊപ്പം എല്ലാം ഉണ്ടെന്നേ. വരൂ, ഫോട്ടോ എടുക്കാം. നിങ്ങൾ ഫൈൽവാൻ അല്ലേ? യു ആർ ദ ഹങ്ക്. നിങ്ങൾ നോർമൽ പോസ് ചെയ്യല്ലേ, ഫൈൽവാന്റെ പോസ് ചെയ്യുന്നേ. ഇങ്ങനെ ഇപ്പൊ നോക്ക്, ഈ പോസ് മതിയോ? പപ്പയ്ക്ക് വേണ്ടി ആകാശത്തുനിന്ന് നക്ഷത്രം കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിലും ഈ ക്രിസ്മസ് ട്രീ എന്തെങ്കിലും സ്റ്റാർ എടുത്ത് കൊടുക്കാൻ പറ്റുമല്ലോ. ഇതന്നെ ധാരാളം. മിസ്റ്റർ ഫൈൽവാൻ സാറേ, ഈ പോസ് നമുക്ക് പറ്റത്തില്ല. ചെയറിന്റെ മേലെ നിന്നോന്നേ. നിൽക്കൂ. ഫൈൽവാൻ സാറേ, ഒരു അല്പം താഴോട്ട് വന്നേ. താഴോട്ട് പ്ലീസ്. ഓക്കെ അല്ലേ? നക്ഷത്രം പറിച്ചെടുക്കാൻ പറ്റില്ല ആരാണ് പറഞ്ഞത്? ഇന്ന് ഞാനത് ചെയ്തല്ലോ. വീണ്ടും കിക്കിളി തുടങ്ങുന്നതിന് മുമ്പ് ഫോൺ ഓഫ് ചെയ്ത് വെക്കാം. നീ എവിടെയാണ്? എനിക്ക് എന്റെ ക്രിസ്മസ് ട്രീയുടെ സ്റ്റാർ മെഡൽ വേണം. സാധാരണ സ്റ്റാർ പോരാ. എന്റെ സ്റ്റാർ മെഡൽ തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ നിനക്ക് ക്രിസ്മസ് കേക്കും കിട്ടില്ല, ഡിന്നറും കിട്ടില്ല. മനസ്സിലായോ? സ്റ്റാറോ? ഓ നോ, എഴുന്നേക്കടാ മാധവ. ഷേടാ, ഇപ്പൊ സംഗതി ഗുലുമാലായല്ലോ. നിങ്ങൾ രണ്ടുപേരും ക്രിസ്മസ് ട്രീയിലുള്ള സ്റ്റാർ അടിച്ചു മാറ്റാൻ വന്നതല്ലേ? ഈ സ്റ്റാർ സാന്റ എനിക്ക് വേണ്ടി തന്നതാണ്. എന്റെ കയ്യിലുള്ള സ്റ്റാർ ആർക്കും തട്ടിപ്പിടിക്കാനാവില്ല. ഇവർ രണ്ടുപേരിനെ പിടിക്ക്, എന്നിട്ട് വേണം മീശ മുറുക്കാൻ. സ്റ്റാർ എടുക്കാൻ വന്ന നമ്മളെ അവസാനം സ്റ്റാറിന്റെ അടുത്ത് തന്നെ പറഞ്ഞയക്കുന്നാ തോന്നുന്നേ കോപ്പു. ക്രിസ്മസ് ട്രീന്റെ മുകളിലുള്ള സ്റ്റാറിന്റെ അടുത്ത് ചെല്ലാൻ പറ്റുന്നില്ല. എന്നാ പിന്നെ സ്റ്റാറിനെ താഴെ കൊണ്ടുവരാം. അപ്പൊ പണി എളുപ്പമാവില്ലേ? അത് കൊള്ളാലോ, എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയിരിക്കുക.
ഞങ്ങൾ രണ്ടുപേരും നക്ഷത്രനെ കാണാൻ തയ്യാറായിരുന്നു. ഈ സമയം കൊണ്ട് ആകാശത്തുള്ള നക്ഷത്രം ഞാൻ താഴേക്ക് വരുമായിരുന്നു, പക്ഷെ ഈ സ്റ്റാർ വരുന്നില്ലല്ലോ. ഇതുവരെ വന്നിട്ടില്ല. സ്റ്റാർ എവിടെ? സമയം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇരിക്കുന്ന സ്റ്റാർ തിരിച്ചു കിട്ടണം. വേഗം കൊണ്ടുവരൂ. സ്റ്റാർ താഴോട്ട് വന്നു കഴിഞ്ഞു. ഞാൻ ഇന്ന് നിങ്ങളെ ഇടിച്ച് തകർക്കൂടാ. ഗോപു, നക്ഷത്രം കുലുങ്ങി വീണ പോലെ ഇപ്പൊ നമ്മളും കുലുങ്ങി വീഴുന്നാ തോന്നുന്നേ. തല കറങ്ങുന്നു എന്റെ അമ്മ. അങ്ങനെ ഈ മല ചാഞ്ഞു. വാടാ ഗോപു, പോവാ. അങ്ങനെ നിങ്ങൾ രണ്ടുപേരും എന്റെ സ്റ്റാർ തിരിച്ചു കൊണ്ടുവന്ന് ക്രിസ്മസ് ട്രീയുടെയും എന്റെയും വാല്യൂ കൂട്ടിയിരിക്കുകയാണ്. താങ്ക് യു ജവാൻസ്. ക്രിസ്മസ്. പിള്ളേര് കണ്ടാൽ വളരെ സന്തോഷിക്കില്ലേ? മെരി ക്രിസ്മസ്. ഇന്ന് നിനക്ക് വേണ്ടി ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ബർഫി. കുട്ടികൾ എവിടെയൊന്നും കാണുന്നില്ലല്ലോ. വീട്ടിലാരെങ്കിലും ഉണ്ടോ ഇല്ലയോ? മേരി ക്രിസ്മസ്. നിങ്ങളുടെ അച്ഛനും അമ്മ എവിടെ പോയി? അച്ഛനും അമ്മയും ക്രിസ്മസ് കേക്ക് വാങ്ങിക്കാൻ പോയിരിക്കാ. എന്നാലും ചീക്കുവും ബണ്ടിയുണ്ടല്ലോ. എങ്കിലേ ചീക്കു ബണ്ടി, ഞങ്ങള് രണ്ടുപേരും നിങ്ങൾക്ക് വേണ്ടി എന്താ കൊണ്ടുവന്നേ നോക്ക്. ക്രിസ്മസ് ഗിഫ്റ്റ്സ്. ഗിഫ്റ്റോ? വേഗം വന്ന് ബോക്സ് എടുത്തോ. ഓ, അച്ഛമ്മ എപ്പോഴും ഡൈനോസർ കാലത്തിലെ ഗിഫ്റ്റ് എടുത്തോണ്ട് വരുന്നത്. തീർച്ചയായും ക്രിസ്മസിന് സാന്റാക്ലോസിനെ പോലെ മുത്തച്ഛന്റെ ഏതെങ്കിലും പഴയത് എടുത്തോണ്ട് വന്നിട്ടുണ്ടാവും. അമ്മമ്മ ഓൾഡ് സ്കൂളാ, പക്ഷെ അച്ഛമ്മയുടേത് തീർച്ചയായിട്ടും സ്പെഷ്യൽ ആയിരിക്കും. ആന്റിക് മ്യൂസിയത്തിൽ നിന്ന് കൊണ്ടുവന്നതായിരിക്കും. എന്തായാലും ഞാൻ അച്ഛമ്മയുടേതല്ല, അമ്മമ്മയുടെ ഗിഫ്റ്റ് വേണം എടുക്കാൻ. ഇതിൽ ഏത് അച്ഛമ്മയുടേത് ഏത് അമ്മൂമ്മയുടേന്ന് എങ്ങനെ മനസ്സിലാക്കും? ഇത് ചോദിച്ചാൽ അമ്മൂമ്മ ദേഷ്യപ്പെടും. ഒരു ഐഡിയ ഉണ്ട്, അവരോട് ചോദിക്കാതെ തന്നെ സംഗതി നമുക്ക് ഒപ്പിക്കാന്നേ. അച്ഛമ്മേ, മുത്തശ്ശി വരൂ, നമുക്ക് ക്രിസ്മസ് ട്രീയുടെ മുമ്പ് ഫോട്ടോ എടുക്കാം. ആ, അത് ശരിയാ, ക്രിസ്മസ് ട്രീയുടെ മുമ്പ് നമുക്കൊരു ഫോട്ടോ എടുക്കാന്നേ. ഈ ഫോട്ടോ എടുക്കുന്നതൊക്കെ അതൊക്കെ ഓൾഡ് സ്കൂൾ അല്ലേ, നമുക്ക് സെൽഫി എടുത്തേക്കാം. ആ ശരിയാ ശരിയാ, വരൂ നമുക്ക് സെൽഫി എടുക്കാം. ഈ ബണ്ടി ഇത് എന്ത് പ്ലാൻ ചെയ്താ മുന്നോട്ട് പോകുന്നത്? തുടങ്ങിക്കോ ബണ്ടി, നിന്റെ നാടകം എത്രയും പെട്ടെന്ന് തുടങ്ങ്. ഞാൻ താഴെ വീണു. അച്ഛമ്മേ, മുത്തശ്ശി വന്ന് രണ്ടുപേരും കൂടി ഒന്ന് ഗിഫ്റ്റ്സ് എടുക്കോ. എന്റെ കാലിന് നല്ലോണം പരിക്ക് പറ്റി, എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല. അയ്യോ എന്റെ ബണ്ടി. ഓ മൈ പുവർ ബോയ്. ഇപ്പൊ മുത്തശ്ശി അച്ഛമ്മയും അവരവരുടെ ഗിഫ്റ്റ്സ് എടുക്കും. അപ്പൊ എനിക്ക് എന്തായാലും മനസ്സിലാവും ആരുടെ ഗിഫ്റ്റാണ് ഞാൻ എടുക്കേണ്ടതെന്ന്, പിന്നെ ഏത് ഗിഫ്റ്റാണ് ചീക്കുവിന് കൊടുക്കേണ്ടതെന്നും. അല്ല, രണ്ടുപേരും എന്തിനാ എന്നെ വന്ന് പോക്കുന്നത്? ഗിഫ്റ്റ് ബോക്സസ് എടുക്ക്. ഓ, ഗിഫ്റ്റാണോ ഇവിടുത്തെ പ്രധാനം? നിനക്ക് പരിക്ക് പറ്റി കിടക്കുമ്പോ ഞങ്ങൾ പോയി ഗിഫ്റ്റാണോ എടുക്കുക? ഷീസ് റൈറ്റ്, നീയാണ് ഞങ്ങൾക്ക് പ്രധാനം ബണ്ടി. നിന്റെ പ്ലാൻ ഇപ്പൊ ഫ്ലോപ്പായി പോയല്ലോടാ ബണ്ടി. എങ്കിൽ ഞാനൊന്ന് ശ്രമിക്കാം ബണ്ടി. ബണ്ടി, നീ ആദ്യം ഇവിടെ ഇരുന്ന് റിലാക്സ് ചെയ്യ്. എന്റെ പ്ലാൻ ഫെയിൽ ആയി പോയി. ചീക്കു ഇപ്പൊ എന്തെങ്കിലും ഒപ്പിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നുണ്ടോ? ചീക്കു, നീ ഇതെന്താ എടുത്തോണ്ട് വന്നിരിക്കുന്നത്? ഐസ് ബോക്സോ? ഓ, ഈ ഐസ് ബോക്സ് എന്നൊക്കെ പറയുന്നത് ഓൾഡ് സ്കൂളാണ്. പറയൂ, ഐസ് ബാഗ്. ആ, അത് കാരണം ബണ്ടിയുടെ വേദന വേഗം പൊക്കോളും. ഇപ്പൊ ഇവൻ എന്റെ നേർക്ക് അറ്റാക്ക് തുടങ്ങിയിരിക്കുന്നത്. ഈ ഐസ് ബാഗ് എന്റെ മേത്ത് കൊണ്ടെന്ന് വെച്ചാലേ ഞാൻ പിന്നെ ഐസ് പോലെ മരവിച്ചു പോവും. വേണ്ട വേണ്ട വേണ്ട, എനിക്ക് വേണ്ട, അതിന്റെ ആവശ്യമില്ല. ബണ്ടി, കുട്ടികളെ പോലെ വാശി പിടിക്കല്ലേ. ചീക്കു പറയുന്നത് ശരിയാണ്, നീ ഐസ് ബാഗ് വെച്ചേ മതിയാവൂ.
ജോലിയുണ്ട്. ഇപ്പോഴത് ഓർമ്മ വന്ന്. ജോലിയൊന്നും ചെയ്യരുത്. ഇപ്പോൾ നീ വിശ്രമിക്കൂ. അനിയ, നീ മറന്നുപോയോ ഞാൻ ചേട്ടനാണെന്ന്? എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തണം, അല്ലെങ്കിൽ ബണ്ടി അമ്മുമ്മ കൊണ്ടുവന്ന ഗിഫ്റ്റ് അടിച്ചു മാറ്റും. ബർഫി, അച്ഛമ്മയും അമ്മുമ്മയും ഗിഫ്റ്റ് കൊണ്ടുവരുമ്പോ ഞങ്ങൾക്കത് തിരിച്ചറിയാൻ പറ്റിയില്ല. എന്നാൽ നീ തേർഡ് അമ്പയറിനെ പോലെ അത് നോട്ടീസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. നിനക്ക് എന്തായാലും അറിയാൻ കഴിയും അച്ഛമ്മയുടെ ഗിഫ്റ്റ് ബോക്സ് ഏതാ, അമ്മുമ്മയുടെ ഗിഫ്റ്റ് ഏതാന്ന്. നിന്റെ ഈ നാടകമൊക്കെ എനിക്ക് നന്നായി അറിയാം ബർഫി. വെരി ഗുഡ്. ഇപ്പോൾ നീ അച്ഛമ്മയുടെ ഗിഫ്റ്റ് ഏതാണെന്ന് എന്നോട് പറയുകയാണെങ്കിൽ അമ്മൂമ്മയുടെയും പറയുകയാണെങ്കിൽ ഞാൻ നിനക്ക് ഈ ഗിഫ്റ്റ് തരുന്നതായിരിക്കും. വൈകിട്ട് നമുക്ക് പാർക്കിലേക്കും പോകാം. തേർഡ് എംപയർ ഡിസിഷൻ എടുത്തു എന്നാ തോന്നുന്നത്. അപ്പൊ ശരിക്കും ഞാൻ ഗെയിമിൽ നിന്ന് ഔട്ടായി. എന്തെങ്കിലും ചെയ്തേ മതിയാവൂ. ഇവിടെ 2 ഗിഫ്റ്റ് ഉണ്ടല്ലോ. അവിടെ ഉണ്ടല്ലോ 2 2 4. ഏറ്റവും നല്ലത് എന്റേത്. ലെറ്റ്സ് ഹാവ് സം ഫൺ. അല്ല, 2 എങ്ങനെ 4 മാറിയത്? ഒന്ന് വേഗം പറ. ഇതിൽ അമ്മൂമ്മ കൊണ്ടുവന്ന ഗിഫ്റ്റ് ഏതാണെന്ന് പറയേ. അതാണ് അമ്മൂമ്മ കൊണ്ടുവന്ന ഗിഫ്റ്റ്. എങ്കിൽ ഇതാണോ അമ്മൂമ്മ കൊണ്ടുവന്ന ഗിഫ്റ്റ് ബോക്സ്? ഓഹോ, പാവം ബർഫി. ബണ്ടി, എനിക്കറിയാം നീയല്ലേ ഈ ബോക്സ് ഒക്കെ മാറ്റിയത്. പ്രായത്തിൽ ഞാൻ ചെറുതായിരിക്കും, പക്ഷെ ബുദ്ധിയിലല്ല. നിന്റെ തേർഡ് അമ്പയറിന്റെ വിക്കറ്റ് ഡൗൺ ആയത് കണ്ടില്ലേ? ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. ഈ ബണ്ടി ബോക്സ് എല്ലാം മാറ്റി മറിച്ച് ബർഫിയെ ആകെ കൺഫ്യൂസ് ആക്കി വെച്ചിരിക്കുക. എങ്കിൽ ഞാൻ ഈ ബോക്സിന്റെ കൂടെ കൂടുതൽ ബോക്സ് ചേർത്ത് ആകെ കൺഫ്യൂസ് ആക്കാൻ പോവാ. ഈ ചീക്കു എന്താ ഔട്ട് ഓഫ് ബോക്സ് ഐഡിയ കൊണ്ടുവന്നിരിക്കുന്നേ? ചീക്കു, ഇത്രയും ഗിഫ്റ്റ് ബോക്സ് ആരുടേതാ? അച്ഛമ്മേ, ഞാൻ വിക്കിക്കും സോനനും മറ്റുള്ള സുഹൃത്തുക്കൾക്കും ഗിഫ്റ്റ് കൈമാറാൻ പോവാ. ഓ, അല്ല നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? അവന് സാന്റാക്ലോസ് ഉണ്ടല്ലോ. ഓ, ഈ സാന്താക്ലോസ് എന്നൊക്കെ പറയുന്നത് ഓൾഡ് സ്കൂളാണ്. പറയൂ, സാന്റാക്ലോസ്. ഓ അല്ല, ഞാൻ സംസാരിച്ചുകൊണ്ട് ഇതെന്താ ചെയ്തു വെച്ചേ? എല്ലാ ഗിഫ്റ്റ് ബോക്സും മിക്സ് ആയി പോയി. ഇനിയിപ്പോ എങ്ങനെ മനസ്സിലാക്കാം ഏതാ നിങ്ങൾ കൊണ്ടുവന്നത്, ഏതാ ഫ്രണ്ട്സിന് കൊടുക്കേണ്ടതെന്ന്? അച്ഛമ്മേ, അമ്മുമ്മേ, എനിക്കറിയില്ലെങ്കിലും നിങ്ങൾക്കറിയാലോ അല്ലേ നിങ്ങൾ കൊണ്ടുവന്നത് ഏതാണെന്ന്? ഞാൻ എന്റെ ഗിഫ്റ്റ് ബോക്സ് തൊട്ടുടനെ മനസ്സിലാക്കും. ചീക്കു ഇപ്പൊ വലിയ വല വിരിച്ചിരിക്കുക. ഞാനിപ്പോ പിന്നിലായി പോവല്ലോ. ചീക്കു, ഈ ബോക്സ് അത്രയ്ക്ക് ലൈറ്റ് വെയിറ്റാ. ഇതില് ഗിഫ്റ്റ് ഉണ്ടോ അതോ കൂട്ടുകാർക്ക് എംപ്റ്റി ബോക്സ് കൊടുക്കാൻ പോവാണോ? അത് പിന്നെ മുത്തശ്ശി, വെയിറ്റിന്റെ കാര്യം വിട്ടേക്ക്, ഫീലിങ്സിന്റെ കാര്യം ഓർക്കും. ഇത് എന്റെ ഗിഫ്റ്റ് ബോക്സ് അല്ല. ഈ ഗിഫ്റ്റ് ബോക്സും എംപ്റ്റി ആണല്ലോ. ഇതും എന്റേതാകാൻ സാധ്യതയില്ല. ഈ ബോക്സിന് അല്പം വെയിറ്റ് ഉണ്ട്. ഇത് എന്റെ ഗിഫ്റ്റ് ബോക്സ് തന്നെയാണ്. ഇതാണ് എന്റെ ഗിഫ്റ്റ് ബോക്സ്. ഇപ്പോൾ പിടികിട്ടി. സിൽവർ ഗിഫ്റ്റ് ബോക്സ് അമ്മൂമ്മയുടേതാണ്, ഗോൾഡൻ ഗിഫ്റ്റ് ബോക്സ് അച്ഛമ്മയുടേതും. അച്ഛമ്മയുടെ ഗിഫ്റ്റ് ബോക്സ് ഗോൾഡൻ ആണല്ലേ? ഇത്തരം ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്റെ കൈവിട്ട് പോവാൻ പാടില്ല. മേരി ക്രിസ്മസ്. ക്രിസ്മസ് കേക്ക് റെഡിയാണല്ലോ. ആദ്യം വയറ് നിറച്ച് ആഹാരം കഴിക്കാം, പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ചീക്കു, ഗിഫ്റ്റ്സ് ഒക്കെ നമുക്ക് പിന്നെ എടുക്കാന്നേ. ആദ്യം നമുക്ക് ക്രിസ്മസ് കേക്ക് കട്ട് ചെയ്യാം. എടാ, എന്നെ താഴെ ഇറക്കടാ, എന്റെ ഗിഫ്റ്റ്. കേക്ക് ചീക്കു കട്ട് ചെയ്തോളും.
കാരണം അവനല്ലേ മൂത്തത്. ബണ്ടി മോനെ ചെല്ല് കിച്ചണിൽ നിന്ന് പെട്ടെന്ന് നൈഫ് എടുത്തിട്ട് വാ, വേഗം ആവട്ടെ. അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ, കേക്കിന്റെ കൂടെ തന്നെ കത്തി തരുന്നുണ്ടല്ലോ. ഇതെന്തിനാ നമ്മൾ വേസ്റ്റ് ചെയ്യുന്നത്? ഡിഷ് വാഷറിന്റെ ഡിറ്റർജന്റ് പൈസ നമുക്ക് ലാഭിക്കാലോ. പൈസ എന്താ മരത്തിൽ കായ്ക്കുന്നതാണോ? ഓ, ഈ കത്തി എന്നൊക്കെ പറയുന്നത് ഓൾഡ് സ്കൂളാണ്. പറയൂ നൈഫ്. ഇതാ മുറിക്ക് ചീക്കു. ഇനി ചീക്കു ഗോൾഡൻ ഗിഫ്റ്റ് ബോക്സ് എടുക്കും. അതീന്ന് അമ്മമ്മയുടേതല്ല, അച്ഛമ്മയുടെ ഗിഫ്റ്റ് ആയിരിക്കും. അമ്മമ്മയുടെ ശരിക്കുള്ള ഗിഫ്റ്റ് ഞാൻ എടുക്കും. ഈ കാണുന്ന സിൽവർ ഗിഫ്റ്റ് ബോക്സ്. ഉസ്താദിനോട് അഭ്യാസം കാണിക്കുന്നോടാ. നിനക്കുള്ളത് വച്ചിട്ടുണ്ട്. ചീക്കു, നീയല്ലേ ഇവിടെ മൂത്തത്, അതുകൊണ്ട് നീ നിനക്ക് ഇഷ്ടമുള്ള ഗിഫ്റ്റ് ബോക്സ് ആദ്യം എടുക്ക്. ഇത്രയ്ക്ക് സ്നേഹമുണ്ടോ? ഇത് ശരിക്കും നമ്മളുടെ മോൻ ബണ്ടി തന്നെയാണോ? ഉറപ്പാണല്ലോ. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് എടുത്തോട്ടെ. ആ ഉറപ്പാണ്, എടുത്തോ. എങ്കിൽ ശരി, അപ്പോൾ ഞാന് ഈ ബോക്സ് എടുക്കാൻ പോവാണ്. ഓ നോ, ഇവനാ സിൽവർ ആണല്ലോ എടുത്തത്. അനിയ, നീ മറന്നുപോയോ, ഞാൻ ചേട്ടനാണ്. ബണ്ടി, നീ നിന്റെ ബോക്സ് എടുക്കും മോനെ. ഇനി എനിക്ക് കിട്ടാൻ പോകുന്നത് വല്ല ഡൈനസോറിന്റെ മുട്ടയായിരിക്കും. ചീക്കു സൂക്ഷിച്ച്, ഗിഫ്റ്റിന്റെ റാപ്പിംഗ് പേപ്പർ കീറാതെ നോക്കണം. അത് റീയൂസ് ചെയ്യാൻ പറ്റുമല്ലോ, അങ്ങനെ പൈസ ലാഭിക്കാം. പൈസ എന്താ മരത്തിൽ കായ്ക്കുന്നതാണോ? വാവ്, ലേറ്റസ്റ്റ് മെഗാ 2.0 വീഡിയോ ഗെയിമോ? ആ ബണ്ടി, നീ നിന്റെ ഗിഫ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്ക്. ഇതില് ലേറ്റസ്റ്റ് മെഗാ 2.2 വീഡിയോ ഗെയിം ആണല്ലോ. ഇതെങ്ങനെ സംഭവിച്ചു? നിന്റെ അച്ഛമ്മയും ഞാനുമേ ഒരുമിച്ചാണ് മോളിൽ ചെന്ന് ഗിഫ്റ്റ്സ് വാങ്ങിച്ചത്. അവിടെ ഓഫേഴ്സ് ഉണ്ടായിരുന്നു. ഒരു വീഡിയോ ഗെയിം വാങ്ങിച്ചാൽ മറ്റൊരു വീഡിയോ ഗെയിം ഫ്രീ. അപ്പൊ ഞാൻ ആ ഫ്രീ കിട്ടിയ വീഡിയോ ഗെയിം അങ്ങ് വാങ്ങിച്ചു. അച്ഛമ്മേ, മുത്തശ്ശി, യു ആർ ദ ബെസ്റ്റ്. മെറി ക്രിസ്മസ്.